നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള വേക്കൻസീസിനെ കുറിച്ചാണ്. ഇതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഇവിടേക്ക് പല പോസ്റ്റുകളായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടെക്നീഷ്യൻ, നേഴ്സ്, അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രിയാണ്. വിത്ത് മിനിമം 50% മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്ക് നിങ്ങൾക്ക് മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ വന്നൊരു പോസ്റ്റ് പറഞ്ഞാൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റാണ്. ഇത് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അല്ലെങ്കിൽ +2 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സിവിൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്കുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള പോസ്റ്റുകളാണിത്. പിന്നെ നേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. പിന്നെ എക്സ്റേ ടെക്നീഷ്യൻ്റെ വേക്കൻസീസും ഉണ്ട്. ഇതിൽ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസീസ് വരുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 22 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് 4, C&MM 10 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ UR, OBC, EWS, SC, ST കാറ്റഗറി ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. എക്സ്റേ ടെക്നീഷ്യൻ്റെ ഒരു വേക്കൻസി, നേഴ്സിൻ്റെ ഒരു വേക്കൻസിയാണുള്ളത്. സ്റ്റൈപ്പൻഡറി ട്രെയിനി 226 വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് 45 വേക്കൻസീസുമാണ് വന്നിട്ടുള്ളത്. പേ ലെവൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പേ സ്കെയിലാണ്. അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾ ലെവൽ 4 വരുന്നത്. അതായത് ഏകദേശം സാലറി അവരിപ്പോൾ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ 39,000 രൂപേൻ്റെ അടുത്താണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. നേഴ്സിനാണെങ്കിൽ 68,000 രൂപയും സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് 54,000 രൂപയാണ് പറയുന്നത്. സ്റ്റൈപ്പൻഡറി ട്രെയിനി എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്നത് 10th. കൂടാതെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റൈപ്പൻഡറി ട്രെയിനി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റും നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. അതും ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഇൻസ്ട്രുമെൻറ്റേഷനും ഒക്കെ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ BSc കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം കഴിഞ്ഞവർക്കാണെങ്കിൽ ഇത് അപേക്ഷിക്കാവുന്നതാണ്. അത് സ്റ്റൈപ്പൻഡറി ട്രെയിനി എന്ന് പറഞ്ഞ പോസ്റ്റുകളാണ്. അപ്പോൾ സ്റ്റൈപ്പൻഡറി ട്രെയിനി ആയിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളവിടെ അവർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്റ്റൈപ്പൻഡറി ട്രെയിനിയായി കയറുന്ന ഒരാൾക്ക് ഫസ്റ്റ് ട്രെയിനിങ് 24,000 രൂപയായിരിക്കും ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 26,000, ബുക്ക് അലവൻസ് 3,000, 1.5 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും. അത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളവിടെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതിൽ ലെവൽ 6 വരുന്നതാണ്. സ്റ്റാർട്ടിങ് 54,000 രൂപ സാലറി വരുന്നതായിരിക്കും. സ്റ്റൈപ്പൻഡറി ട്രെയിനി ടെക്നീഷ്യൻ വരികയാണെങ്കിൽ ഫസ്റ്റ് ഇയറിന് ട്രെയിനിങ് വരുന്നത് 20,000 രൂപയായിരിക്കും. സെക്കൻഡ് ഇയർ 22,000 രൂപയാണ്. ഇത് നിങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് എടുക്കുന്നതായിരിക്കും. ലെവൽ 3 33,000 രൂപയായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി. അപ്പോൾ ഇതിൽ സാലറിക്ക് പുറമെ പല അലവൻസുകളും കിട്ടുന്നതായിരിക്കും. ട്രാൻസ്പോർട്ട് അലവൻസ്, ഹൗസ് റെൻറ്റ് അലവൻസ്, സൈറ്റ് ലൊക്കേഷൻ അലവൻസ്, ലീവ് ട്രാവൽ അലവൻസ് കിട്ടുന്നതായിരിക്കും. മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുന്നതായിരിക്കും ഡിപ്പെൻഡൻസിനും. പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻസിനാണ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി കിട്ടുന്നതായിരിക്കും. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് പൈസ കിട്ടുന്നതായിരിക്കും. പിന്നെ കേബിൾ TV ചാർജ്, മൊബൈൽ ഫോൺ ചാർജ്, ന്യൂസ് പേപ്പർ ചാർജിനൊക്കെ റീഎംബേഴ്സ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ക്യാൻറ്റീൻ സബ്സിഡി കിട്ടും. ലോൺസ് എല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും കിട്ടുന്നതായിരിക്കും. ഗ്രാറ്റുവിറ്റി, ബെനവലൻറ്റ് ഫണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. സ്റ്റൈപ്പൻഡറി ട്രെയിനി ആയിട്ട് കയറുന്ന ഒരാൾ 4 വർഷത്തെ ബോണ്ട് അവിടെ സൈൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് പറയുന്നെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. April 2, 2007 April 1, 1995 ഇടയിൽ ജനിച്ചവർക്കാണ്. സ്റ്റൈപ്പൻഡറി ട്രെയിനി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കാറ്റഗറി 1 വരുന്നവർക്ക് 18 മുതൽ 25 വയസ്സാണ്. April 2, 2007 April 1, 2000 ഇടയിൽ ജനിച്ചവർക്ക്. കാറ്റഗറി 2 സ്റ്റൈപ്പൻഡറി ട്രെയിനി ടെക്നീഷ്യൻ 18 മുതൽ 24 വയസ്സാണ്. April 2, 2007 മുതൽ April 1, 2001 വരെ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അസിസ്റ്റൻറ്റ് ഗ്രേഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഗ്രി 50% മാർക്കോടെ പാസ്സായവർക്ക് 21 മുതൽ 28 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. April 2, 2004 മുതൽ April 1, 1997 ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. നേഴ്സിനാണെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. എക്സ്റേ ടെക്നീഷ്യനും 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇതിന് പുറമെ OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സുള്ളത് ലഭിക്കുന്നതായിരിക്കും. SC ST 5 വർഷത്തെ വയസ്സുള്ളത് ലഭിക്കും. അതുപോലെ തന്നെ വിഡോസിനൊക്കെ അവരുടേതായ വയസ്സുള്ളത് ലഭിക്കും. എക്സ് സർവീസ്മെനും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനൊക്കെ അവരുടെ വയസ്സുള്ളത് ലഭിക്കുന്നതായിരിക്കും. ഇതിന് സെലക്ഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റും അതുപോലെ സ്റ്റൈപ്പൻഡ് ട്രെയിനി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റും ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകും. കൂടാതെ അതിനുശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. കാറ്റഗറി 2 സ്റ്റൈപ്പൻഡറി ട്രെയിൻ ടെക്നീഷ്യൻ ആണെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ, പ്രിലിമിനറി ടെസ്റ്റും അഡ്വാൻസ് ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. ബാക്കി എല്ലാ പോസ്റ്റും അസിസ്റ്റൻറ്റ് പോസ്റ്റിനെല്ലാം ഓൺലൈൻ എക്സാമിനേഷനും സ്കിൽ ടെസ്റ്റുമാണ് ഉണ്ടാവുക. ഓൺലൈൻ എക്സാമിൽ തന്നെ പ്രിലിമിനറി ടെസ്റ്റും ഉണ്ടാകും, അഡ്വാൻസ്ഡ് ടെസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് നാഷണൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൈഗ സൈറ്റിലാണ്. ഉത്തര കന്നഡയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ കർണാടകയിലാണ് ഈ വേക്കൻസി വരിക. അവിടെയായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് ഉണ്ടാവുക. ഓൺലൈൻ എക്സാമിനേഷൻ ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഗ്രേഡിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂറിൻ്റെ ടെസ്റ്റ് ആയിരിക്കും.
50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ നോളജിന് 25, കമ്പ്യൂട്ടർ നോളജ് 15, ഇംഗ്ലീഷ് ലാംഗ്വേജ് 10, അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 3 മാർക്കായിരിക്കും കറക്റ്റ് ആൻസറിന്, 1 മാർക്ക് നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ 150 മാർക്കിനായിരിക്കും എക്സാമിനേഷൻ. അതിനുശേഷം ഓൺലൈൻ എക്സാമിനേഷൻ സ്റ്റേജ് 2 അഡ്വാൻസ് ടെസ്റ്റ് ഉണ്ടാകും. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25, ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ 25 ക്വസ്റ്റ്യൻസും ഉണ്ടാകുന്നതായിരിക്കും. ഇതുപോലെ എല്ലാ പോസ്റ്റുകൾക്കും അവരുടേതായ സിലബസ് ഉണ്ട്. സ്റ്റൈപ്പൻഡറി ട്രെയിനി പോസ്റ്റുകൾക്ക് ഉള്ള സിലബസ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഡ്യൂറേഷൻ 1.5 hours ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 12 മാർച്ച് 2025 മുതൽ ഏപ്രിൽ 1, 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി കാറ്റഗറി 1-നും അസിസ്റ്റൻറ്റ് നേഴ്സിനൊക്കെ 150 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഫീസ് വരുന്നത്. വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസില്ല. കാറ്റഗറി 2 അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 ഫിനാൻസും ടെക്നീഷ്യനൊക്കെ 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. എച്ച് ആറിന് 100 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 12 മാർച്ച് മുതൽ ഏപ്രിൽ 1 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.